മാളിൽ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേഗം കെട്ടിയൊരുങ്ങി പോണതാട്ടോ കാണുന്നത്. ഉണ്ണിക്കുട്ടനെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ ഇവിടെ ആക്കിയിട്ടാണ് പോണത്. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടായാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പിന്നെ ഈ ഗേറ്റ് തുറക്കാന്ന് പറയുന്നത് വലിയൊരു സംഭവം കേട്ടോ. തൂങ്ങി കിടന്നിട്ടാണ് ഞാനതൊന്ന് തുറക്കാറ് എപ്പോഴും. അങ്ങനെ ഞങ്ങൾ പോയി മാളിലെത്തിയിട്ടോ. മാളിലെത്തിയപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അന്ന് ആ ഓഫറുകളൊന്നും അവിടെ ഇല്ല കേട്ടോ. അവരോട് അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെയോ ഉടായ്പ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടായിരുന്നേ. ഏതൊക്കെയോ കുറച്ച് സാധനങ്ങൾക്ക് മാത്രം ഓഫർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ തിരിച്ചു പോന്നാൽ പോരാ, അതും ചെയ്തില്ലേ. കണ്ണി കണ്ടതെല്ലാം കൂടെ വാരി കൂട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ലേ. എന്നെ എന്തൊക്കെയോ ഒരുപാട് പറഞ്ഞു കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ അബദ്ധം പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം. ഞാൻ മാത്രമാണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് പോരുന്ന വഴിക്ക് അതേപോലെ തന്നെ എളുപ്പ വഴിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വഴിയിലൂടെ വന്നു കേട്ടോ. വന്നിട്ട് വീട്ടിലെത്തുന്നില്ലേ. അങ്ങനെ രാത്രി ആയിപ്പോട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പോയിട്ട് ബക്കറ്റിനുള്ളിലാണ് പെറുക്കി എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഓടി വന്നിട്ട് കുട്ടുമണിക്ക് വേണ്ട മീനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോയേ. അങ്ങനെ കിട്ടിയ ഓഫറുകളിൽ മുട്ട, എണ്ണ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഓഫറിൽ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ അപ്പക്കുട്ടനും തിന്നുന്ന പരിപാടിയിലോട്ടോ. കെട്ടി തൂക്കിയ കൊല സാക്കിട്ട് തന്നെ 2 ഇടിയൊക്കെ കൊടുത്തിട്ട് കൊലയിൽ നിന്ന് പ്രാകുന്നുണ്ടായിരുന്നേ. സെൽഫിയൊക്കെ എടുത്ത കൊലയാട്ടോ ഇത്. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ പറയാട്ടോ.